ബട്ടർ ചിക്കനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് കുന്ദൻ ലാൽ ഗുജ്റാൽ. ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഫെമിലിയർ ആണെങ്കിലും കുന്ദൻ ലാൽ ഗുജ്റാലിനെ കുറിച്ച് അധികം ആരും അറിയാൻ പാടില്ല. എന്തായാലും ഗുജറാലും ബട്ടർ ചിക്കനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടീഷ് ഇന്ത്യന്റെ ഭാഗമായിരുന്ന പെഷാവറിലാണ് ഗുജറാല് ജനിച്ചു വളർന്നതെന്നൊക്കെ ഉണ്ടെങ്കിലും പാർട്ടീഷന്റെ ഒരു ടൈമിൽ അദ്ദേഹം തന്റെ നഗരമൊക്കെ ഉപേക്ഷിച്ച് ഫാമിലിനെ കൊണ്ട് ഡൽഹിയിൽ വന്നിട്ട് താമസാക്കാണ്. അങ്ങനെ അദ്ദേഹം അവിടെ മോട്ടി മഹൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ കുറെ തന്തൂരി ചിക്കൻ ബാക്കി വരാണ്. ആ ഒരു ടൈമിലൊന്നും ഫുഡൊന്നും കേടുവരാതെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ അങ്ങനെ വലിയ സംവിധാനങ്ങളൊന്നുമില്ല. അങ്ങനെ ബാക്കി വന്ന തന്തൂരി ചിക്കൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച ഗുജറാലിന് ഒരു ഐഡിയ തോന്നാണ്. അങ്ങനെ തക്കാളിയും ബട്ടറും ക്രീമും ഒക്കെ ചേർത്ത് ഒരു മിക്സ് ഉണ്ടാക്കി അതിലേക്ക് ഈ തന്തൂരി ചിക്കൻ ഇട്ടിട്ട് അതൊരു പുതിയ ഡിഷാക്കി മാറ്റാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ക്യൂസീനിലെ തന്നെ വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള ഡിഷ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഉണ്ടാവുന്നത്. ഗുജറാലിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ നേട്ടമൊന്നല്ല. തന്തൂരി ചിക്കനും ദാൽ മഖനിയൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ച റെസിപ്പീസ് തന്നെയാണ്. ബട്ടർ നാനിലേക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ബട്ടർ ചിക്കൻ. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യാം. നിമിഷമായി പതിവായൊരു